നല്ല രസം. എന്നിട്ട് ആ മലയുടെ മുകളിൽ എന്തായി? എന്നിട്ട് പുള്ളി വന്ന് ലെറ്റ്സ് ഗോ അങ്ങനെ പോയി താഴെ ഇറങ്ങി വന്ന് നോക്കുന്ന സമയത്തുണ്ട് ഇവൻ്റെ ഫ്രണ്ട്സ് മുഴുവൻ ഇയാളുടെ വീട്ടിൽ. സി എന്തൊരു ഫ്രണ്ട്ഷിപ്പാന്ന് പറയാം. ഇവരൊക്കെ ഇയാളുടെ വീട്ടിൽ അവിടെ താമസിക്കുക. അപ്പോൾ ഇയാളുടെ വൈഫ് പ്രസവിക്കാൻ വേണ്ടിയിട്ട് ഒരു ഉമ്മ കൂട്ടിക്കൊണ്ടുപോയതാണ്. അപ്പോൾ വീട് ഫ്രീയാണ്. സോ എല്ലാവരും കൂടി ഇതിന് ഐ സ്റ്റിൽ റിമെമ്പർ നമ്മൾ ആപ്രിക്കോട്ട് എന്ന് പറഞ്ഞ ഒരു ഫ്രൂട്ട്സ് ഉണ്ട്. പോകുന്ന സമയത്ത് അത് വാങ്ങിച്ചു കുറേ, അതിങ്ങനെ തിന്ന് രാത്രി എന്ത് രസമായിരുന്നു. പിന്നെ കാലത്ത് 7 മണിയാകുന്ന സമയത്ത് പിന്നെ വലിയ ട്രാവൽ ബസ് വിളിച്ചിട്ട് ഞങ്ങളെല്ലാവരും പോകുന്ന വഴിയിലൊക്കെ ഇറങ്ങുന്നു, ഹോഴ്സിനെ കാണുന്നു, മീൻസ് തോട്ടങ്ങൾ, മുന്തിരി, ശരിക്ക് ലൈക്ക് യുനോ പാരഡൈസ്. എന്നിട്ട് ഈ എൻറ്റാലിയ എന്ന് പറഞ്ഞ സ്ഥലത്തെത്തിയിട്ട് അവിടെ നമ്മൾ ഒരു സ്ഥലത്തെത്തിയിട്ട് നമ്മൾ ഈ കയാക്കിംഗ് ഉണ്ട്, കയാക്കിംഗ് അറിയില്ലേ, റാഫ്റ്റിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊരു സ്ഥലത്ത് പോയിട്ട് നമ്മളുടെ ഡ്രസ്സും അവർ നമുക്ക് ഡ്രസ്സ് തരും, സ്വിമ്മിങ് സ്യൂട്ട് തരും. നമ്മളത് ഇട്ടിട്ട് നമ്മളെ മൊബൈലടക്കം എല്ലാ സാധനങ്ങളും നമ്മൾ അവിടെ കൊടുക്കും. എന്നിട്ട് നമ്മളെന്ത് ചെയ്യും, അവർ നമ്മളെ പിക്ക് ചെയ്തിട്ട് വേറെ വണ്ടിയിൽ കൊണ്ടുപോയിട്ട് ഒരു 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 എനിക്ക് തോന്നുന്നത് ഒരു 1/2 മണിക്കൂറോളം നമ്മൾ ട്രാവൽ ചെയ്തിട്ട് അവിടുന്ന് പിന്നെ നമ്മൾ വെള്ളച്ചാട്ടമാണ്, വലിയ വെള്ളച്ചാട്ടം. എന്നിട്ട് നമ്മൾ അവിടുന്ന് ഈ റാഫ്റ്റിംഗ് ആയിട്ട് ഈ നമ്മൾ ആദ്യമുള്ള സ്ഥലത്തേക്ക് വരികയാണ്. ലൈക്ക് യുനോ പാരഡൈസ്. ചില വെള്ളമൊക്കെ പറഞ്ഞാൽ ട്രാൻസ്പെറൻറ്റ്, വെള്ളത്തിൻ്റെ അടിയിൽ നിങ്ങൾക്ക് ഇങ്ങനെ കാണാം. സൈഡിലൊക്കെ ചെമ്മരിയാടും കൂട്ടങ്ങളും. ഈ ശരിക്കും ഖുർആനിലൊരായത്തുണ്ട്, ജന്നാത്തു അദ്നിൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാറു ഖാലിദീന ഫീഹാ അബദാ. ജന്നാത്തു അദ്നിൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ എന്ന് പറഞ്ഞാൽ തടാകങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. ശരിക്കും എനിക്ക് ആ ഖുർആനിലെ ആ വേഴ്സസാണ് അപ്പം ഓർമ്മ വന്നത്. ഞാനിങ്ങനെ ഒരു പച്ച ഇങ്ക് കൊണ്ട് ഇങ്ങനെ ജന്നത്ത് എന്നൊക്കെ എഴുതിയ ഒരു കാലിഗ്രാഫിക് സാധനമൊക്കെയാണ് എൻ്റെ മനസ്സിലൂടെ പോയത്. അങ്ങനെ റാഫ്റ്റിംഗ് ഒക്കെ കഴിഞ്ഞ് ഫോട്ടോസൊക്കെ എടുത്ത് ഞങ്ങൾ തിരിച്ച് അതേ പ്ലേസിലെത്താണ്. എന്നിട്ട് പിന്നെ തിരിച്ച് വീണ്ടും കൊനിയയിൽ പോകുന്നു. പിന്നെ ഇസ്താംബൂളിൽ ഉസ്താദിനെ കാണാൻ വരുന്നു. ഉസ്താദിൻ്റെ പേരെന്താണ്? ഉസ്താദിൻ്റെ പേര് സക്കി അൽ ഹാഷ്മി. അവിടെ എന്താണ്? അവിടെ ആക്ച്വലി അദ്ദേഹം ഭയങ്കര തിരക്കുള്ള മനുഷ്യനാണ്. പുള്ളിക്ക് തുഗ്ര എന്ന് പറഞ്ഞിട്ടൊരു ഒരു ആർട്ടുണ്ട് അവിടെ. തുഗ്ര നമ്മളിപ്പോൾ കഗ്രാട്ടൊക്കെ പോലെ, ഈവൻ തുഗ്രാട്ടിൻ്റെ സൗണ്ട് ഇൻസ്പയർഡ്. കഗ്രാട്ട് ഞാൻ പേരിട്ടത് തന്നെ തുഗ്രാട്ടിൻ്റെ ഇൻസ്പയറിങ് ആണ്. സോ അവിടെ ഉസ്താദിന് ഞാൻ മെസ്സേജ് അയച്ചിരുന്നു, ഞാനിങ്ങനെ തുർക്കിയിലേക്ക് വരുന്നുണ്ട്. അപ്പം പക്ഷേ എനിക്ക് റിപ്ലൈ കിട്ടിയിട്ടില്ല. അങ്ങനെ ഞാൻ രണ്ടും കൽപ്പിച്ച് അങ്ങ് പോയതാണ്. അവിടെയുള്ള എൻ്റെ ഒരു ഫ്രണ്ടിനെ കൂട്ടിയിട്ട്, ഷെയർ എന്ന് പറഞ്ഞിട്ട്, അവനെയും കൂട്ടിപ്പോയി. അപ്പോൾ അവരോട് ഇങ്ങനെ പറഞ്ഞവർ പറഞ്ഞ് ഇന്ന് ഉസ്താദ് വരില്ല, ഹി വിൽ ബി ഓൺലി വിസിറ്റിംഗ് ട്യൂസ്ഡേ എന്നെന്തോന്ന് പറഞ്ഞു. പക്ഷേ നിങ്ങൾക്ക് ട്യൂസ്ഡേ വരാം, നിങ്ങളിവിടെ പേര് കൊടുത്തിട്ട് ഇത്ര $എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ ആക്ച്വലി എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു ഇന്ത്യൻ കാലിഗ്രാഫി താല്പര്യമുള്ള, പഠിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു സ്റ്റുഡൻ്റാണല്ലോ. അപ്പോൾ അയാൾ എന്നെ പരിഗണിക്കും എന്നുള്ള നിലക്കാണ് ഞാൻ ആ പ്രതീക്ഷയിലാണ് പോകുന്നത്. അപ്പോൾ ഇവർ ഒരു നോർമൽ സ്റ്റുഡൻ്റ് എന്ന നിലക്കാണ് എന്നെ ഡീൽ ചെയ്ത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്ത്, വെറുതെ വീണ്ടും ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഉസ്താദിന് മെസ്സേജ് അയച്ചു. സ്റ്റിൽ ഐ വാസ് സിറ്റിംഗ് ദെയർ. ഞാൻ അവരോട് പറഞ്ഞ കുറച്ച് ദിവസം ഇവിടെ ഉണ്ടാവുള്ളൂ, എനിക്കങ്ങനെ ഒരു മന്ത്ലി ഫീ ഒന്നും കൊടുത്തിട്ട് ഇവിടെ നിൽക്കാൻ കഴിയില്ല, ബട്ട് ഐ എം റെഡി ടു പേ. അങ്ങനെ ഉസ്താദിന് മെസ്സേജ് അയച്ചപ്പോൾ ഉസ്താദിനോട് പറഞ്ഞ് സിദ്ധ ഖല്ലിക്ക് എന്തേനാക്കില്ല അറബി أنا جاي عندك. That's a privilege, you know. That's how the masters love the student, because he know I'm coming from Qatar or India. ഉസ്താദിൻ്റെ ഷെഡ്യൂളേ അല്ല, but he came and hugged me. You know, he's a very famous Ustad, Zaki Al Hashmi. My God. So I was so privileged, you know. നമ്മൾ കഷ്ടപ്പെട്ടൊരു യാത്ര ചെയ്യുന്നതിൻ്റെ റിസൾട്ട് അപ്പോൾ കാണും. Because my intention was meeting him, learned something from Ustad. That ഉസ്താദ് ശിഷ്യ ഒരു ഗുരു ശിഷ്യ ബന്ധമുണ്ടല്ലോ, അത് അതൊരു സ്പിരിച്വൽ സാധനമാണ്. അത് പടച്ചോനാണ് ആ മെസ്സേജ് അയാൾക്ക് കാണിപ്പിച്ചു കൊടുത്തത്. Otherwise I have to wait until Tuesday. And you didn't have that much time. And then he came only for me. Mashallah. And he called me to his room, come and sit here. And he showed me each word, and you know, and I show my practice book, and he showed me, Kareem, dude, see, എൻ്റെ കണ്ണൊക്കെ നിറഞ്ഞ്
ഭയങ്കരമായിട്ട്. കാരണം നമ്മളെത്രയും പരിഗണിച്ചു. യു നോ വാട്ട് ഡിഡ് ഹി സേ? എന്നോട് ചോദിച്ചു വേറെ ആർ യു സ്റ്റേയിങ്, എവിടെ സ്റ്റേ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു കുറച്ചപ്പുറത്താണെന്ന് പറഞ്ഞു. ഈ പൈസ കൊടുത്ത് ചോദിച്ചു. ഞാൻ പറഞ്ഞു 2 ദിവസത്തിന് പേ ചെയ്തു. ഇന്നും കൂടി ഇവിടെ നിന്നിട്ട് ബാക്കിയുള്ള ദിവസം എൻ്റെ വീട്ടിലായി നിൽക്കുന്നത്. ഇങ്ങനെ ലോകം മുഴുവനും അയാളുടെ അടുത്തേക്ക് അയാളെ കാണാൻ വേണ്ടി ഹോളണ്ടിൽ നിന്ന് UK എന്നൊക്കെ ആൾക്കാർ വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന അയാളെ വീട്ടിൽ എന്നെ താമസിപ്പിച്ചു 5 days. That's the intention. Because I was only going to Turkey to have this knowledge and the wisdom. ഈ ഉസ്താദിൻ്റെ ടീച്ചിങ്സ് ഇപ്പോഴത്തെ വർക്കിലോട്ട് കൊണ്ടുവരുന്നുണ്ടോ? See, he's a very traditional calligraphy artist. Yeah. Which I am doing now is entirely different than traditional. Okay. But you should have the traditional basics. Then only you can play with the stylish, advanced, modern things. Okay. അപ്പം ഉസ്താദ് അന്ന് എന്നോട് ചെയ്തതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഉസ്താദ് അന്ന് 2 ക്ലാസ് എനിക്ക് തന്നിട്ട് എന്നോട് പറഞ്ഞ്, എൻ്റെ ബ്രദർ സാമിറാണ് ഇനി നിന്നെ ടീച്ച് ചെയ്യാം. സോ ഞാൻ നിന്നെ വീട്ടിലേക്കാണ് കൊണ്ടുവരുന്നത്. പിന്നെ പൈസ ഒന്നുമില്ല, ഫുഡും എല്ലാം ഉസ്താദിൻ്റെ വക, ഉസ്താദിൻ്റെ വീട്ടിലിരുന്നിട്ട്. ഉസ്താദിൻ്റെ സെയ്ഫ് വഹാബ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രദറുണ്ട്. ഹീസ് ഒരുപാട് ഇൻ്റർനാഷണൽ കോമ്പറ്റീഷനിലും 1st, 2nd ഒക്കെ അടിക്കുന്ന ആളാണ്. ഈവൻ റീസെൻ്റ്ലി ഇപ്പോൾ ഖത്തറിൽ നടന്ന ഇൻ്റർനാഷണൽ മത്സരത്തിൽ അദ്ദേഹത്തിന് സമ്മാനം കിട്ടിയിട്ടുണ്ട്. കാലിഗ്രഫിയിൽ ട്രഡീഷണൽ കാലിഗ്രഫി, ക്ലാസിക്കൽ കാലിഗ്രഫി. സോ സാമിറും ഉസ്താദ് വഹാബും എന്നെ അവിടുന്ന് ടീച്ച് ചെയ്തു. പിന്നെ ഞങ്ങൾ അൻഡാലിയയിൽ പോയി. പിന്നെ അവിടുന്ന് ഉസ്താദ്മാരൊക്കെ കണ്ടു. തുർക്കിയിൽ ഒരാഴ്ചയിൽ മേലെ അവിടുത്തെ കുറേ സ്ഥലങ്ങൾ കണ്ടു. കുറേ കാലിഗ്രാഫി മ്യൂസിയംസ് പോയി. അയാ സോഫിയ പള്ളി കണ്ടു, ബ്ലൂ മോസ്ക് കണ്ടു. ഇസ്തംബൂളിലെ മീനിനെ ലൈവായിട്ട് പിടിച്ചു തിന്നു. ഒരുപാട് പൂച്ചകളെ കണ്ടു. പൂച്ചകളെക്കുറിച്ച് സിനിമകൾ വരെ ഉണ്ട് അവിടെ. പൂച്ചകളെക്കുറിച്ച് പുസ്തകങ്ങളുണ്ട്. ബോസ്ഫറസിലൂടെ പാറുന്ന കിളികളെക്കുറിച്ച് അവിടെ. അതിമനോഹരമായ സിറ്റിയാണ് ഇസ്താംബുൾ. ഇസ്താംബുൾ, ടർക്കി, ഓൾഡ് സിറ്റി, ന്യൂ സിറ്റി, അങ്ങനെ ദാറ്റ് ഈസ് യൂറോപ്പ് സൈഡ് ആൻഡ് ഏഷ്യൻ സൈഡ്. അങ്ങനെ ഈ ബോസ്ഫറസിലൂടെയാണ് നമ്മളിതിനെ ക്രോസ് ചെയ്യുന്നത്. അതൊരു മനോഹരമായ തീരമാണ്. മനുഷ്യന് പ്രണയമുള്ള മനുഷ്യന്മാരൊക്കെ അവിടെ വന്നിരുന്നിട്ട് ഇങ്ങനെ. ടർക്കി അല്ലാണ്ട് വേറെ ഏത് സ്ഥലങ്ങളിലേക്കാണ് പോയിരിക്കുന്നത്? തുർക്കിയിൽ പോയതിന് ശേഷം ഉസ്ബെക്കിസ്ഥാൻ, ഈജിപ്ത്, ഇന്തോനേഷ്യ, മലേഷ്യ. ഇതുപോലെ കഥകൾ അവിടെ ഉണ്ടോ? കസാക്കിസ്ഥാൻ, ഇറാൻ, ഒരുപാട് കഥകൾ. ഇത് ടർക്കി അല്ലാണ്ട് വേറൊരു സ്ഥലം പറയാമോ? ഇറാനിൽ പോയത് ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. ഇറാൻ, ഇന്തോനേഷ്യ ഒക്കെ. ഞാനിപ്പോഴും വിശ്വസിക്കുന്നത് നമ്മൾ കാണാത്ത, നമ്മൾ കാണേണ്ടുന്ന, അല്ലെങ്കിൽ നമ്മളെ കാണാൻ കാത്തിരിക്കുന്ന മനുഷ്യന്മാർ ഏതൊക്കെയോ രാജ്യങ്ങളിൽ നമ്മളെ കാത്തിരിക്കുന്നുണ്ടെന്നാണ് ഐ ബിലീവ്, വിച്ച് ഐ ഓൾറെഡി മെറ്റ് ദം. ഞാൻ ഇറാനിൽ റോയൻ്റെ വീട്ടിൽ താമസിച്ചിട്ട് ഞാൻ താഴെ ഇറങ്ങുന്ന സമയത്ത് സുഹൃത്ത് നൗഷാദിന് ഞാൻ ഒരു മെസ്സേജ് അയച്ചു. ഇങ്ങനെ ഞാൻ ഇവരൊക്കെ കണ്ട പോലെ എനിക്ക് തോന്നുന്നു, ഈ സോളുകളൊക്കെ ഞാൻ മുമ്പ് മീറ്റ് ചെയ്ത പോലെ തോന്നുന്നു. അപ്പോൾ എനിക്ക് ഇമാം ഗസാലി ഇസ് എ വെരി ഫേമസ് സ്കോളർ ആൻഡ് സ്പിരിച്വൽ ഫിലോസഫർ. അപ്പം പുള്ളിയുടെ ഒരു കോട്ട് എനിക്ക് അയച്ചു. എന്നിട്ട് ഞാൻ റോയക്ക് അത് അയച്ചു കൊടുത്തപ്പോൾ റോയ പറയാണ്, ഐ വാസ് തിങ്കിങ് ദ സെയിം, വി മെറ്റ് സംവെയർ. എന്തായിരുന്നു കോട്ട്? ആ കോട്ടിൽ ഇതാണ് പറയുന്നത് വെച്ചാൽ, നമ്മൾ മുമ്പേ മീറ്റ് ചെയ്ത മനുഷ്യന്മാരെയാണ് നമ്മൾ വീണ്ടും മീറ്റ് ചെയ്യുന്നത്. ബിക്കോസ് ദ കെമിസ്ട്രി. ഖത്തറിൽ ആ എക്സ്പീരിയൻസ് കിട്ടിയിട്ടുണ്ടോ? കുറേ പേരെ കിട്ടിയിട്ടുണ്ട്. ദുബായ്, സൗദി അറേബ്യ. നമ്മൾ തിരിച്ച് മദീനയിലോട്ട് പോകാനൊരു ആഗ്രഹമുണ്ടോ? തീർച്ചയായിട്ടും. ഐ വെന്റ് there with privilege. Because Saudi government called me. മാഷാഅല്ലാഹ്. Yes. അത് ഏത് വർഷമായിരുന്നു? The same Zaki Ustad, you know. The Ustad, he was there. So he said he the one the big leading the residency program. Okay. So ഒരുപാട് പേര് അവർ ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ട് 10 പേരെ അവർ സെലക്ട് ചെയ്തു. So there was 1,000 people apply for this residency program. So
then they choose 10 people around Arab country. സോ ഈ 10 പേരെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട്, അവർക്ക് വർക്ക്ഷോപ്പ് എടുക്കാൻ വേണ്ടിയിട്ട് ലോകത്ത് പല കാലിഗ്രാഫേഴ്സിൽ വിളിച്ചതിൽ വൈ വാസ് വൺ ഓഫ് ദം. മാഷാഅല്ലാ. It was privilege. Yeah. The same place where you work 3 years Yeah. as a artist, Yeah. and you are going with the privilege of government. Yes. ഞാൻ മദീനത്തെ പള്ളി ഉമ്മ പറഞ്ഞ സ്വപ്നം കണ്ട മദീനത്തെ കുബ്ബയുടെ തൊട്ടടുത്തുള്ള ഹോട്ടലിൽ ഞാൻ അവിടുത്തെ ഒരു ഒഫീഷ്യൽ ഗസ്റ്റായിട്ട് നിൽക്കുന്ന സമയം, നോട്ട് കാൺ ഇമേജിൻ. Yes. എല്ലാം കാലിഗ്രാഫി തന്നതാണ്. ബട്ട് ഐ സ്റ്റിൽ ബിലീവ് ഇറ്റ്സ് മൈ മദർ ആൻഡ് ഫാദർ പ്രേയേഴ്സ്. മാഷാഅല്ലാ. അതർവൈസ് ഇറ്റ് കുഡ് നോട്ട് ഹാപ്പൻ. ഒത്തിരി ബർക്കത്തുണ്ടല്ലോ നിങ്ങളുടെ ലൈഫിൽ. ഓഫ് കോഴ്സ്. ആ ബർക്കത്ത് വന്നു ചേർന്നത് ഉമ്മ ഉപ്പയുടെ പ്രാർത്ഥനയാണ്, പിന്നെ നിങ്ങളുടെ കഴിവാണ്, പിന്നെ ഒത്തിരി ആൾക്കാരുടെ കുറച്ച് മാത്രമാണ്. പിന്നെ ഒത്തിരി ആൾക്കാരുടെ വിശ്വാസം കൂടി ചേർന്നത്. ഇപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട് നൗഷാദ്, നിങ്ങളുടെ ഈ ഫ്രണ്ട് ഹസൻ, നിങ്ങളുടെ ഈ ഫ്രണ്ട്സ് ഉസ്താദ്മാർ എല്ലാവരും, അവരും കൂടെ എഫേർട്ട് എടുത്തിട്ടാണല്ലോ ഇവിടം വരെ എത്തിയത്. അപ്പോൾ ഇവർക്കൊക്കെ ഒരു 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 താങ്ക്സ് നിങ്ങൾ എങ്ങനെയാണ് പറയുന്നത്? താങ്ക്സ് ഒന്നും പറയാൻ കഴിയില്ല. എക്സ്പ്രസ് ആ ഗ്രാറ്റിറ്റ്യൂഡ് എങ്ങനെയാണ് നിങ്ങൾ എക്സ്പ്രസ് ചെയ്യുന്നത്? അത് നിങ്ങളുടെ ആർട്ടിൽ കൂടെയാണോ എക്സ്പ്രസ് ചെയ്യുന്നത്? അത് to give, other people. Yes, you help other people. Yes. ആരെങ്കിലും നിങ്ങളുടെ ഇത് കണ്ടിട്ട് ഇൻസ്പയർഡ് ആയിട്ട് പഠിക്കുന്നുണ്ടോ? നിങ്ങളിപ്പോൾ പറഞ്ഞ സമയത്ത് എൻ്റെ മനസ്സിൽ വരുന്നത്, ഒരു റമദാൻ മാസത്തിൽ എനിക്കൊരു 17 മിനിറ്റുള്ളൊരു വോയിസ് വന്നു. ഓക്കെ. someone sent me, he drew my picture. Okay. And he sent me the picture and I really love. Even my wife, അതൊരു ഡിഫറെൻറ്റ് ഫോട്ടോ ആയിരുന്നു. മീൻസ് എൻ്റെ ഒരു ഡിഫറെൻ്റ് ആംഗിളുള്ള ഫോട്ടോ. ഈ 17 മിനിറ്റിൻ്റെ വോയിസിൽ അയാൾ പറഞ്ഞ സാധനം എന്നെ ശരിക്കും അത്ഭുതപ്പെടുത്തി. എന്ന് വെച്ചാൽ നിങ്ങൾ ചെയ്യുന്ന ആർട്ടുകൾ ഈ കമ്മ്യൂണിറ്റിയിൽ ഉണ്ടാക്കുന്ന ഒരു എഫക്റ്റ്, ഈച്ച് പേഴ്സൺ. സി ഐ എം നോട്ട് സെയിങ് അത് ഐ എം എ ബിഗ് ആർട്ടിസ്റ്റ്, നോ. ചില സാധനങ്ങൾ ചില ആളുകൾ കണക്ട് ചെയ്യും. എന്ന് വെച്ചാൽ ഇയാളുടെ ഉപ്പ മരണപ്പെട്ടു. ഇയാളുടെ ഉപ്പയുടെ പേര് കരീമാണ്. അപ്പോൾ പുള്ളി ആദ്യം തന്നെ പറഞ്ഞത്, നിങ്ങളെ പേര് എൻ്റെ ഉപ്പ, എനിക്ക് എൻ്റെ ഉപ്പനെ എങ്ങനെ റിലേറ്റ് ചെയ്യും, നിങ്ങളെ പേര് കാണുമ്പം, കരീം എന്ന് കാണുമ്പം. എൻ്റെ ഉപ്പ മരണപ്പെട്ടു. എൻ്റെ ഉമ്മ ഭയങ്കരമായിട്ട് ഡൗണായി, മെൻ്റലി ഡൗണായി. അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിൽ ഒറ്റയ്ക്ക്, എനിക്ക് ആരുമില്ല. ഉപ്പയും പോയി ഉമ്മയും പോയി. ഉമ്മ ആകെ ഡൗണായി, ഉമ്മക്ക് ഭയങ്കര മെൻ്റൽ മീൻസ് ആകെ പ്രശ്നമായി. ഹീസ് അലോൺ അറ്റ് ഹോം. അങ്ങനെ പുള്ളി പറഞ്ഞ സാധനം കരഞ്ഞല്ലാതെ നമുക്ക് കേൾക്കാൻ പറ്റില്ല. പുള്ളി ഒരു സമയം പറഞ്ഞു വെച്ചാൽ, ഐ വാസ് ഡിസൈഡഡ് ടു സ്റ്റോപ്പ് മൈ ലൈഫ്. അപ്പം അങ്ങനത്തെ ഒരു ദിവസത്തിലൂടെ കടന്നു. ദാറ്റ് ടൈം ഈസ് കോവിഡ് ഓൾസോ. യു നോ ദ സീരിയസ്നെസ് ആൻഡ് ഡേഞ്ചർ. ആ സമയത്താണ് എൻ്റെ ഒരു മീൻസ് അയാളുടെ ഒരു സുഹൃത്ത് വന്നിട്ട് എൻ്റെ അക്കൗണ്ട് കാണിച്ചു. ഇതൊരു ആർട്ടിസ്റ്റാണ്, ഇയാൾ ചെയ്യുന്ന ആർട്ട് സംതിങ് ഡിഫറെൻ്റാണ്, ഈ ഒന്ന് ചെയ്തു നോക്കുന്നു പറഞ്ഞിട്ട് എൻ്റെ സാധനം കാണിച്ചു. എന്നിട്ട് പുള്ളി എൻ്റെ പേജ് എടുത്തിട്ട് ഡെയിലി കാണും. എന്നിട്ട് എന്നോടുള്ള ഇഷ്ടം കൊണ്ട് അയാൾ ചിത്രം വരച്ചു. അയാൾ പറഞ്ഞു, ഞാൻ ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ കാരണം നിങ്ങളാണ്. ഐ ഗോട്ട് എ ക്രൈ. ഞാനത് കേട്ടപ്പോൾ തന്നെ എൻ്റെ വൈഫിന് കേൾപ്പിച്ചു കൊടുത്തു. എന്നിട്ട് ഞാൻ പറഞ്ഞു, ഞാനിവിടെ ഇരുന്ന് ഇങ്ങനെ ചിത്രം വരക്കുന്നത് ഇതിൻ്റെ ഒരു എഫക്റ്റ് നിനക്ക് മനസ്സിലായില്ല. ഈവൻ എന്താ പറയുക, ദാറ്റ്സ് എ ബിഗ്. എത്രയോ ആൾക്കാരെ നമുക്ക് രക്ഷിക്കാൻ പറ്റുന്നു. താങ്ക് യു. ഒരാളുടെ ജീവിതം തിരിച്ചു കിട്ടുന്നതിന് ഒരു ഭാഗ്യമാണ്. സോ ഇതൊരു വിൻ വിൻ പരിപാടിയാണ്. നമ്മുടെ ഉസ്താദുമാരുടെ അടുത്തൊന്നും ഇതിൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ആർട്ട്, ഈ ഒരു ജേണി ഇറ്റ്സ് നോട്ട് ജസ്റ്റ് അബൌട്ട് ദ കാലിഗ്രാഫി ഓൺലി. സംതിങ് ദാറ്റ് ലവ്, പീസ്, കെയർ, ഹീലിംഗ്, റിലാക്സേഷൻ, not success, satisfaction. Success is there, but more
സാറ്റിസ്ഫാക്ഷൻ. ഒരു സോർട്ട് ഓഫ് മാനിഫെസ്റ്റേഷൻ ഓഫ് എവറിത്തിങ് ആണ്. എല്ലാം അതിലേക്കൂടെ വന്നു ചേർന്നുണ്ട്. പിന്നെ ഒത്തിരി ആൾക്കാർ മീറ്റ് ചെയ്ത് അവരെ ആയിട്ട് കണക്ട് ചെയ്ത് ആ സോൾസായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്നു. അത് തന്നെ ഒരു വലിയ ഭാഗ്യമാണ്. ആസ് യു സെഡ്, ട്രാവലിംഗ് ഈസ് ദി വിൻഡോ ടു or the door to the soul to see other things, experience other things. Hopefully that ഒരാൾക്ക് ഇപ്പോൾ കാലിഗ്രഫിയിലോട്ട് വരണമെങ്കിൽ എന്താണ് ഫസ്റ്റ് ഒരു ബിഗിനിങ് സ്റ്റേജിലോട്ട് വരുന്നത്? ഇപ്പോൾ ഒത്തിരി ആൾക്കാർക്ക് കാലിഗ്രഫിനെ പറ്റി അറിഞ്ഞുകൂടായിരിക്കും. ഒരാൾക്ക് പുതിയൊരാൾ, അയാളൊരു ആർട്ടിസ്റ്റാണ്, അയാളൊരു വേറൊരു ഇതാണ്, അയാൾക്ക് ലൈഫിലോട്ട് ഇതൊരു പ്രൊഫഷനായിട്ട് കൊണ്ടുവരണമെങ്കിൽ അത് പോസിബിളാണ്. See, professional സാധനം ഞാൻ പറഞ്ഞല്ലോ. I never think that thought of it as a profession. Okay. The profession come to me. Come to you, yes. You are not going to, okay, can you give me a job? No. Yeah. You do your things. Yes. Because Imam Shafi, the great scholar Imam Shafi say, if you want to learn something, get ഒരു 6 കാര്യം പറയുന്നുണ്ട്. അതിൽ ഫസ്റ്റ് സാധനം പറയുന്നത് you should have the interest. Not the skill. First he say you should have the interest. Then he say you should have a master. Then he say you should have a talent. Then he say you should have a passion. Then he say you should give time whole life. 2 ദിവസം ചെയ്തിട്ട് പിന്നെ നിർത്തുകയെന്നല്ല. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പ്രേ ആണ്. സോ ഈ 5-6 കാര്യങ്ങളാണ് ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു പറയുന്നത്. ഈ കാര്യം ഉണ്ടെങ്കിൽ നമുക്കൊരു സാധനം നേടിയെടുക്കാൻ പറ്റുള്ളൂ. സോ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഐ എം ഷുവർ പ്രൊഫഷനും വരും, പൈസ വരും, ഫെയിം വരും, എല്ലാം വരും. പക്ഷെ ഫെയിമിൻ്റെ പിന്നാലെയും പൈസൻ്റെ പിന്നാലെയും ഓടിക്കഴിഞ്ഞാൽ വരത്തില്ല. അതായത് ഏത് മേഖലയിലായാലും കുഴപ്പമില്ല. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, നിങ്ങളുടെ വൈഫ് നെ പറ്റി നിങ്ങൾ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. വൈഫാണോ നിങ്ങളുടെ ഇൻസ്പിറേഷൻ ഫോർ മെനി തിങ്സ്? അതോ വൈഫിൻ്റെ സപ്പോർട്ട് സിസ്റ്റമാണോ നിങ്ങളുടെ സപ്പോർട്ട്? ബിക്കോസ് അവരെ സംബന്ധിച്ചിടത്തോളം അവർ നമുക്ക് സപ്പോർട്ട് തരാമെന്നുള്ളതാണല്ലോ. നമുക്ക് വീട്ടിൽ നിന്ന് കിട്ടേണ്ട സാധനം ജസ്റ്റ് ഇൻസ്പിറേഷൻ മാത്രം പോരല്ലോ, മക്കളെ നോക്കണം. സോ അപ്പം നമുക്ക് ഇത്രയും സാധനം, കാരണം ആർട്ടിസ്റ്റിൻ്റെ മൈൻഡ് തന്നെയാണ് ഈ നെവർ നോ വെൻ. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ചിലപ്പോൾ ഒക്കെ രാത്രി 2 മണിക്കും 3 മണിക്കും ഒക്കെ സ്ട്രോക്ക് ഇടും. ഈച്ച് ടൈം when I go to my gallery, means my workshop in my home, എനിക്ക് ഒരു അക്ഷരം എഴുതാതെ ഒരു ദിവസം കഴിയില്ല. ഇറ്റ്സ് എ സീക്രട്ട് കമ്മ്യൂണിക്കേഷൻ ഇൻ ബിറ്റ്വീൻ മൈ ബോഡി ആൻഡ് മൈ മൈൻഡ്. അതിങ്ങനെ ഇടണം എനിക്ക്. മീൻസ് ലിക്വിഡിറ്റി ഉണ്ടല്ലോ, ലിക്വിഡിറ്റി ഈസ് ഗിവിങ് മോർ പീസ്, മോർ ഹീലിംഗ് ടു മീ. ഈവൻ ഞാൻ ഭയങ്കര സ്ട്രെസ്ഡ് ഒക്കെ ആവുന്ന സമയത്ത് ചില വർക്ക് നമുക്ക് റിജക്ഷൻ വരില്ലേ, നോർമൽ. ചില സാധനം പെട്ടെന്ന് ക്യാമ്പയിൻ ഇവൻ്റൊക്കെ അങ്ങ് പോകും. ചില സമയത്ത് ഇവർ ക്രിയേറ്റീവ് ഡയറക്ഷൻ ചേഞ്ച് ചെയ്തിട്ട് ഐ എം സോറി എന്ന് പറയും. നിങ്ങൾ ചിലപ്പോൾ ഇന്ത്യയിൽ നിന്ന് അതിനായിട്ട് വേണ്ടി ഇവിടെ വന്നതായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾ വേറെ ട്രാവൽ പ്ലാൻ ക്യാൻസൽ ചെയ്തു. സോ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ അപ്പം ബ്രഷ് എടുത്തിട്ട് ഇങ്ക് ഇങ്ങനെ ആക്കുമല്ലോ, ആ ഇങ്കിൻ്റെ ഒബ്സർവേഷൻ ഉണ്ട്. ഇങ്ക് നിങ്ങളിങ്ങനെ പേപ്പറിൽ വെക്കുന്ന സമയത്ത് ആ ഇങ്ക് ഇങ്ങനെ പോകുന്നൊരു സാധനമുണ്ട്. ഇറ്റ്സ് അത് നമ്മുടെ ഉള്ളിൽ ഒരു ലായനിയാണ്. ഒരു തരം സാധനം ഉണ്ടാക്കും, നമുക്കൊരു ഭയങ്കര പീസ് ഓഫ് മൈൻഡ് ഉണ്ടാക്കും. അത് നിങ്ങളങ്ങനെ പൊതിയുന്ന മാതിരി, നിങ്ങളെ ഹഗ് ചെയ്യുന്ന മാതിരി നമുക്ക് ഫീൽ ചെയ്യും. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ എനിക്ക് ഭ്രാന്താവുന്ന സമയത്തൊക്കെ എനിക്കിത് ചെയ്യാൻ എൻ്റെ വീട്ടിൽ എനിക്ക് സപ്പോർട്ട് വേണമല്ലോ. സോ ഷീസ് ഇതികൾ ട്രാവലിലാണെന്നുണ്ടെങ്കിലും. സോ ഞാൻ ഒത്തിരി സ്ഥലത്ത് പോയ സമയത്ത് ഇപ്പം എൻ്റെ മക്കളെ നോക്കാനും അവളാണ് സ്കൂളിൽ കൊണ്ടുപോയാക്കുന്നതും. മക്കൾ എത്ര പേരാണ്? 3 പേര്. പേരുകൾ? അഹമ്മദ് കാശിഫ്, ആയിഷ ഇഷാൽ ആൻഡ് മറിയം മനാൻ. അവർക്ക് എത്ര വയസ്സാണ്? ഒരാൾ 16 വയസ്സ്, ഒരാൾ 10 വയസ്സ്, പിന്നെ ഒരാൾ 8 വയസ്സ്. അവരും ഈ കാലിഗ്രഫിയിലോട്ടുണ്ടോ? അവർ ചെയ്യും, മോനൊക്കെ ചെയ്യും.
അത് ചെയ്യാം. പക്ഷേ ഐ ഡോണ്ട് വാണ്ട് ദം ടു കം ബിക്കോസ് ഓഫ് മീ. ആ. ലെറ്റ് ദം ചൂസ് ദെയർ ഓൺ വേ. On their way. Yeah. Okay. So they are, they have everything. Everything, yes. So they are trying their own. Let them. ഓക്കെ. ഫ്യൂച്ചർ ഓഫ് നിങ്ങളുടെ ഫ്യൂച്ചർ എന്താണ്? വാട്ട് ഈസ് യുവർ ഫ്യൂച്ചർ പ്രൊജക്റ്റ് എന്താണ്? ഫ്യൂച്ചർ വല്ലതും പ്ലാൻഡ് ആണോ അതോ ജസ്റ്റ് പ്രസൻറ്റ് ഇതാണ്, അത് കഴിഞ്ഞിട്ട് അടുത്ത ദിവസം വരുന്നത് ഇതുവരെ സംഭവിച്ചതൊന്നും പ്ലാൻ ചെയ്തിട്ടല്ല. അല്ല. സോ അല്ലാക്കൊരു പ്ലാൻ ഉണ്ടാവില്ല. ശരിയാ. ബട്ട് ഐ ലവ് ടു ട്രാവൽ മോർ. ട്രാവൽ